ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്ദരമായൊരു വചനം ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടൊരു 4 പോയിന്റുകൾ പ്രത്യേകിച്ച് പറഞ്ഞു തരാനുണ്ട്. പ്രത്യേകിച്ച് എന്തെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇങ്ങനെ ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കാണ്ടിരുന്നാൽ, ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സങ്കടപ്പെടും. നമ്മൾ കുഞ്ഞു മനുഷ്യരാണ്, ചിലപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാം. അതിൻ്റെ ഒരു പഴയ പ്രത്യാശയ്ക്ക് ഇങ്ങനെ അത്ര പവറില്ലാതെ ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും, ഈശോയിൽ വാഗ്ദാനം ചെയ്ത ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി പോകണം. മുഴുവനായിട്ടൊന്ന് കേട്ടിരിക്കണം കേട്ടോ. വചനം ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു തുടങ്ങുന്നത് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. വചനം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ? നമ്മളോട് വാഗ്ദാനം ചെയ്തത് ആരാണ്? ഈശോയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. യു ഷുഡ് ബി കൺസിസ്റ്റൻ്റ് ആൻഡ് സ്ട്രോങ്. നമുക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടക്കുന്ന സമയത്ത് വിശ്വസിക്കാൻ എളുപ്പമാണ്. കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് സ്മൂത്തായിട്ട് നല്ല സൈൻസൊക്കെ കിട്ടുന്ന സമയത്ത് കുഴപ്പമില്ല, പ്രത്യാശ വയ്ക്കാനും നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആവുന്നുണ്ടല്ലോ, ചില കാര്യങ്ങൾ ഉത്തരം കിട്ടാൻ വൈകുന്നുണ്ടല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയേക്കാം. നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒറ്റ ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം: വാഗ്ദാനം ചെയ്തത് ആരാന്ന് ഓർക്കണം. അധ്വാനിച്ചത് ഞാനാണ്, വിശ്വസിച്ചത് ഞാനാണ്, പ്രത്യാശ അർപ്പിച്ചത് ഞാനാണ്. പക്ഷെ എന്നോട് വിശ്വസിക്കാനും പ്രത്യാശ അർപ്പിക്കാനും പറഞ്ഞിട്ട് എനിക്ക് വാഗ്ദാനം തന്ന ആരാണ്? ഈശോയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഉള്ളിലേക്ക് ഇതൊന്ന് നിറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് വാഗ്ദാനം ചെയ്ത് ഈശോയാണ്. വാഗ്ദാനം ചെയ്ത് ഈശോ വിശ്വസ്തനാണ്. ഓക്കെ, ആഗ്രഹിച്ച സമയത്ത് ഈ ജോലി നിനക്ക് കിട്ടിയില്ല കേട്ടോ. കൃത്യസമയത്ത്, പ്രതീക്ഷിച്ച സമയത്തല്ല കല്യാണം നടന്നത്. ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല. പഠിത്തം ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചേ, പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല നടന്നത്. ചിലപ്പോൾ വേണേൽ ഓപ്പോസിറ്റായ കാര്യങ്ങളായിരിക്കാം. നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചപ്പോഴേ നിങ്ങൾ ഒറ്റയ്ക്കായി പോയേക്കാം. നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നത്. ബട്ട് ഒറ്റ കാര്യം ഓർത്തേക്കണം: നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ല നടന്നെങ്കിലും നമുക്ക് പ്രത്യാശ മുകളിൽ നിൽക്കണം. കാരണം വാഗ്ദാനം ചെയ്ത ആരാണ്? ഈശോയാണ്. കേട്ട ഓരോ വചനത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടില്ലേ? കർത്താവ് ഇത് എന്നോട് പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചല്ലേ ഈ ശുശ്രൂഷയ്ക്കോ, ഈ ജോലിക്കോ, ഈ പഠനത്തിനോ, ഈ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയത്? വാഗ്ദാനം ചെയ്ത് ഈശോയാണ്. വിശ്വസിച്ചത് നീ ആയിരിക്കാം, പ്രത്യാശിച്ചത് നീ ആയിരിക്കാം. അത് ചിലപ്പോൾ ആ വിശ്വാസം, പ്രത്യാശയൊക്കെ താന്നു പോയേക്കാം. പക്ഷെ വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നിന്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കണം. ആ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. എൻ്റെ ഈശോ ഇവിടെ എന്നാ സംഭവിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകല്ലെന്ന് ഈശോയോടും പറഞ്ഞേക്കണം. നിങ്ങളുടെ പ്രത്യാശ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളോടും വ്യക്തികളോടും എല്ലാം പറഞ്ഞേക്കണം: എൻ്റെ വിശ്വാസം എവിടെയും പോകാൻ പോകുന്നില്ല, എൻ്റെ പ്രത്യാശ താണുപോകാൻ പോകുന്നില്ല. കാരണം ഞാൻ ആരിൽ വിശ്വാസം അർപ്പിച്ചു എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നോട് ആര് വാഗ്ദാനം ചെയ്തു എന്നുള്ളത്. ഈശോയാണ്. അതുകൊണ്ട് തളർന്നു പോയില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പേ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു 3-4 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ പ്രത്യാശിക്കണം എന്ന്. നമുക്കറിയാം, നമ്മുടെ കാറ്റഗിസത്തിലൊക്കെ നമ്മൾ ചെറുപ്പം പോലെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസികളുടെ പിതാവ്, പ്രത്യാശയുടെ ഒരു വലിയ അടയാളമായിട്ട് നിൽക്കുന്ന അബ്രഹാം. മുമ്പേ ഒരു വൺ ഡേയുടെ ഏകദിന കൺവെൻഷൻ്റെ ടോക്കിൽ ഞാൻ അതിനെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രത്യാശയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഇടിഞ്ഞു പോകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഈ നമ്മുടെ പ്രിയപ്പെട്ട ഈ പൂർവ്വപിതാവ് അബ്രഹാമിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നന്നായിട്ടത് മനസ്സിലാക്കുന്നത് ഈ പുതിയ നിയമത്തിൽ നമ്മുടെ പൗലോസ്ലീഹ അബ്രഹാമിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു എഴുത്തുണ്ട്. അതൊന്ന് എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ജസ്റ്റ് 4 വാക്യങ്ങളേ ഉള്ളൂ. 4-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 22 വരെ. 18-ാമത്തെ വാക്യത്തിൽ ഈ ഒരു കാര്യം ഒന്ന് അടയാളപ്പെടുത്തിയിടുക: പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെ പ്രത്യാശയൊക്കെ എങ്ങനെയായിരുന്നു? പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, എന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കറിയാം, നമ്മളിങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് വല്ലതും നടക്കണ കാര്യമാണോ, ഇത് ഒരു 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 വെളിച്ചം പോലും കാണുന്നില്ലെന്ന് ഓർത്തു. പക്ഷേ അയാൾ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. കാരണം എന്താണെന്നറിയോ? സാധ്യതയൊന്നുമില്ല, പക്ഷെ വാഗ്ദാനം ചെയ്തത് കർത്താവാണ്. കർത്താവ് പറ്റിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടാകും. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണേ. രണ്ടാമത്തെ കാര്യം, 19-ാമത്തെ വാക്യത്തിൻ്റെ അവസാനമാണ്: അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വചനം മുഴുവനായിട്ട് അച്ഛൻ വായിക്കുന്നില്ല, നിങ്ങളത് വായിക്കണം. ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് അടയാളപ്പെടുത്തിയിടുക: അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ഹെബ്രായറിൽ നമ്മൾ വായിച്ചതുപോലെ ഹി വാസ് കൺസിസ്റ്റൻറ്റ്. അവൻ്റെ പ്രത്യാശയിൽ അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു, അത് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരുന്നു, അതിൽ സ്ഥിരതയുള്ളവനായിരുന്നു. വിശ്വാസം ദുർബലപ്പെട്ടില്ല. 20-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചേ:
വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. കർത്താവ് പറ്റിച്ചതാണോ, ഇനി ശരിക്കും ഈശോ അവിടെയൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ വരത്തില്ലേ നമുക്ക്. കാരണം നമ്മൾ ചോദിച്ച കാര്യമൊന്നും നടന്നില്ല, നമ്മൾ പ്രത്യാശിച്ച സമയത്ത് ഉത്തരം കിട്ടിയില്ല. കർത്താവ് ഇവിടെ ഉണ്ടോ, ഈ വാഗ്ദാനം തന്നത് വെറുതെയാണോ, വചനമൊക്കെ വെറുതെയാണോ എന്നൊക്കെ ചോദിക്കും. പൗലോസ് ശ്ലീഹ അബ്രഹാമിനെ കുറിച്ച് പറയാണ്, അവൻ കർത്താവിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചു പോലുമില്ല. പറഞ്ഞില്ല എന്നല്ല, ചിന്തിച്ചു പോലുമില്ല. അടുത്ത വചനം സുന്ദരമായൊരു വചനമാണ്. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന്. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോഴല്ല, അനുഗ്രഹം കിട്ടിയിട്ടില്ല, എംപ്റ്റി ആയിട്ട് നിൽക്കുകയാണ്. ചോദിച്ചപ്പോൾ ഒന്നും ഉത്തരം കിട്ടിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 70 പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, റിജോയ്സ് വൈൽ യു വെയിറ്റ്. അതുപോലെ തന്നെ ഒരു വചനം ഇത്. കർത്താവിനെ കാത്തിരിക്കുന്ന ഇക്കാലത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഉത്തരം തന്ന കർത്താവിനല്ല, ഉത്തരം തരാൻ വൈകുന്ന കർത്താവിനെ ഇപ്പോഴേ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ ഈശോയെ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ടല്ല ഞാൻ നന്ദി പറയാൻ പോകുന്നത്, ഇപ്പം ഇത് കിട്ടിയെന്ന് പ്രത്യാശിച്ചുകൊണ്ട്, പ്രതീക്ഷയ്ക്ക് വകുപ്പില്ലെങ്കിലും ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കാതെ, എൻ്റെ വിശ്വാസം ദുർബലപ്പെടാതെ ഞാനതിൽ ശക്തി പ്രാപിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടടുത്ത വചനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു തരുന്നുണ്ട്, ആ വിശ്വാസം അവന് നീതീകരണമായി ഭവിച്ചു. ആ വിശ്വാസമാണ് അബ്രഹാമിന് അനുഗ്രഹം കൊടുത്തത്. ഒരനുഗ്രഹമായിട്ടല്ല, ഒരു ജനതയെ മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു മൾട്ടി ബിൽഡിംഗ്, ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും പ്രത്യാശ ചോർന്നു പോകുന്ന സമയങ്ങൾ വരാം, വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സമയങ്ങൾ വരാം. അഭിവൃദ്ധിപ്പെടണം. എന്തിൽ? സമ്പത്തിലല്ല, ഈ വിശ്വാസത്തിൽ, ഈ പ്രതീക്ഷയിൽ, പ്രത്യാശയിൽ. കാരണം വാഗ്ദാനം തന്നത് ഈശോയാണ്. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഈശോയെ, എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സമയങ്ങളിൽ, എൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ അങ്ങ് എന്നെ സഹായിക്കണമേ. അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ വിശ്വാസത്തിലും പ്രത്യാശയിലും നിരന്തരം അഭിവൃദ്ധിപ്പെടട്ടെ, സമൃദ്ധമാവട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.